പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മൾ ഒരു ടൈല് കടയിൽ നിൽക്കുവാണ് കേട്ടോ, കുറച്ച് ടൈൽ എടുക്കാനായിട്ട്. അപ്പം നമ്മുടെ വീടിന് സിറ്റ് ഔട്ടിൽ ടൈൽ ഇടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരുപാടൊന്നും എടുക്കുന്നില്ല, കുറച്ച് ടൈലാണ് എടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ചേർത്തലയിൽ ഭാരത് ഏജൻസിയിലാണ് വന്നേക്കുന്നത് കേട്ടോ. അപ്പം നമ്മളവിടെ കുറച്ച് ഏരിയ എല്ലാത്തരം ടൈലൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ ഈ ബ്ലാക്ക് ഷെയ്ഡിൽ ടൈൽ എടുക്കാമെന്നൊക്കെ ആദ്യം അങ്ങനെ തീരുമാനിച്ചു. പിന്നെ മോനെ അത്ര താല്പര്യം വന്നില്ല ബ്ലാക്ക് എടുക്കാനായിട്ട്. അപ്പോൾ മോൾക്ക് ബ്ലാക്ക് എടുത്താൽ മതി എന്ന് പറയുന്നുണ്ടായിരുന്നു. മോൻ പിന്നെ വൈറ്റ് മതി എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് എന്താണെങ്കിലും പെരയ്ക്കുള്ളിൽ മൊസൈക്കായിട്ടേക്കുന്നത്. ഇപ്പോൾ മൊസൈക്കുമായിട്ട് വൈറ്റ് മൊസൈക്കായിട്ടേക്കുന്നത്. അപ്പോൾ മൊസൈക്കുമായിട്ട് മാച്ച് ചെയ്യുന്നത് തന്നെ സിറ്റ് ഔട്ടിൽ ഇടാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ വൈറ്റ് ടൈലാണ് നമ്മൾ സെലക്ട് ചെയ്ത് എടുത്തിട്ടൊക്കെ ഉള്ളത്. അപ്പം ഞാനും മോനും ഏട്ടനുമായിട്ടാണ് വന്നത് എടുക്കാനായിട്ട്. അപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിലും അതുപോലെ തന്നെ അപ്സ്റ്റെയറിലും ഉള്ള ഷോറൂമിലുമൊക്കെ ഇവിടെ ടൈലൊക്കെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് നോക്കിയൊക്കെ കാണുവാണേ. ടൈലെടുക്കാൻ പോകാൻ നേരത്ത് മോൾക്ക് കൂടെ പോരാനായിട്ട് പറ്റിയില്ല. അപ്പോൾ പിന്നീട് നമ്മൾ സെലക്ട് ചെയ്ത ടൈല് ഫോട്ടോ എടുത്തിട്ട് മോൾക്ക് അയച്ചു കൊടുത്തിട്ട് എങ്ങനെയാണ് അത് മതിയോ എന്നൊക്കെ മോൻ ചോദിക്കുവാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ടൈലൊക്കെ എടുത്ത് വന്നു. അപ്പോൾ ടൈല് കൊണ്ടുവന്ന മാത്രമേ തന്നെ ഞാനത് നമുക്ക് ഇടുന്ന ആളെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ടൈലൊക്കെ ഇടാനായിട്ട് ആൾ വന്നു, അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ 2 പേരാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരത്തെ ഇവിടെ മൊസൈക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ മൊസൈക്ക് ഇപ്പോൾ എപ്പോഴും ഇങ്ങനെ മഴവെള്ളമൊക്കെ ഇങ്ങനെ കാറ്റടിച്ച് വീണ് അതിൻ്റെ വാക്സൊക്കെ പോയി കേട്ടോ, അതിൻ്റെ പോളിഷൊക്കെ പോയി കിടക്കുവാണ്. അപ്പോൾ അങ്ങനെ എനിക്ക് തോന്നി എന്നാൽ നമുക്ക് കുറച്ച് ഏരിയയിൽ ടൈലിട്ടാലോ എന്ന് വിചാരിച്ചപ്പോൾ അവരതിൻ്റെ പണിയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുവാണ്. പിന്നെ ഇന്ന് നമുക്ക് പറമ്പ് പണിക്ക് ആൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പം നമ്മുടെ മുറ്റമൊക്കെ നമ്മൾ നന്നായിട്ടൊക്കെ ക്ലീൻ ചെയ്തൊക്കെ ഇട്ടിരിക്കുകയാണ്. എന്നാലും ഒരു മോടി പിടിപ്പിക്കലൊക്കെ വേണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തൂമ്പപ്പണിക്കാരനോട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മുടെ പണിക്കാരന് എന്തോ അസൗകര്യമുണ്ട്, അപ്പോൾ അതുകൊണ്ട് ഇന്ന് വരുന്നില്ല. പിന്നെ അത് നന്നായി, അല്ലെങ്കിൽ ഇപ്പോൾ ടൈല് പണിയും അതുപോലെ തന്നെ പറമ്പ് പണിയും കൂടെ രണ്ടും കൂടെ ഒരുമിച്ച് അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് നമ്മുടെ എല്ലാ ഏരിയയിലും തൂമ്പയുടെ പണി നന്നായിട്ട് നടക്കത്തുമില്ലല്ലോ. അപ്പോൾ ഇതേ നമ്മുടെ പറമ്പ് പണിക്ക് വേണ്ടിയിട്ട് കുറച്ച് വാഴയൊക്കെ പറിച്ച് മാറ്റിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അതിൽ നിന്ന് ഒരു കുലയൊക്കെ വെട്ടി വെച്ചിരിക്കുകയാണ് കേട്ടോ. കഴിഞ്ഞ ദിവസം ഒരു വാഴക്കുല വെട്ടിയിട്ടുണ്ടായിരുന്നു, ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോയിൽ. അത് പിന്നെ കറിക്കൊക്കെ ഇട്ട് വേണ്ടിയിട്ട് മാറ്റി വെച്ചു. പിന്നെ നമ്മുടെ വണ്ടിയൊക്കെ എടുത്ത് അങ്ങോട്ട് മാറ്റിയിട്ടിരിക്കുകയാണ്. ടൈല് മുറിക്കുമ്പോഴുള്ള പൊടിയൊക്കെ നിറയാകുമല്ലോ, അപ്പോൾ അങ്ങനെ ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് മാറ്റിയിട്ടിരിക്കുകയാണ്. നമ്മുടെ മുറ്റം ചവറൊക്കെ നന്നായിട്ട് എല്ലാം ക്ലീൻ ചെയ്ത് നല്ല സൂപ്പറാക്കിയിട്ടിരിക്കുകയാണ്. എന്നാലും തുമ്പപ്പണിക്കാരനെ നിർത്തി ഒന്നും കൂടെ ലെവൽ ചെയ്യണം. അതിനുശേഷം വേണം നമുക്ക് പന്തൽ പണിയൊക്കെ തുടങ്ങാനായിട്ട്. കഴിഞ്ഞ ദിവസം പന്തലിടാനുള്ള ആൾ വന്നിട്ട് നോക്കിയിട്ടൊക്കെ പോയിട്ടുണ്ട് കേട്ടോ, ഏത് ഏരിയയിലൊക്കെ ഇടണം അങ്ങനെയൊക്കെ നോക്കിയിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്ന് നല്ലൊരു അന്തരീക്ഷമൊക്കെയാണ് കേട്ടോ, നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇന്നലെ ചേർത്തല പോയപ്പോഴത്തേക്ക് കുറേ 1 കിലോ മുളകും മല്ലിയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് രാവിലെ തന്നെ കഴുകിയൊക്കെ ഇട്ടിരിക്കുകയാണ്. അപ്പോൾ അത് വെയിലത്ത് കിടക്കുന്നുണ്ട്. അപ്പോൾ അത് ഒരു തുണിയിൽ ആണ് വിരിച്ചിരിക്കുന്നത്, തുണിയിലും ഷീറ്റിലുമാണ് വിരിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ കുടുംബ വീട്ടിലാണ് വിരിച്ചിട്ടിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് നോക്കാനായിട്ട് വന്നതാണേ. അപ്പോൾ ഇവിടെ ആകുമ്പോഴത്തേക്ക് ഒറ്റ വെയിലിന് അങ്ങോട്ട് ഉണങ്ങി കിട്ടിക്കോളും. പിന്നെ അത് തന്നെ എല്ലാം മണ്ണും പൊടിയൊന്നും വീഴത്തുമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ അരിയും മുളകൊക്കെ ഉണക്കാൻ നേരത്തെ ഇവിടെയാണ് കൊണ്ടുവന്നിടുന്നത്. നേരത്തെ നമ്മുടെ വീടിൻ്റെ ടെറസിൽ തന്നെ ഇടുമായിരുന്നു. പിന്നെ റൂഫ് വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അത് നടക്കാണ്ടായി. അപ്പോൾ നമ്മുടെ അനിയന്മാരുടെ 2 പേരുടെയും വീടാണ് കേട്ടോ. അപ്പോൾ പല വീഡിയോയിലും കണ്ടിട്ടുള്ളതാണ്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മുടെ വീഡിയോയിൽ വീടൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ഇപ്പം മല്ലിമുളകും എടുക്കാനും വന്ന കൂട്ടത്തിൽ ഒന്ന് കാണിച്ചതേ ഉള്ളൂ. പിന്നെ നോക്കിക്കേ, അനിയത്തിയുടെ ചെടിയൊക്കെയാണ് കേട്ടോ. പിന്നെ അതൊക്കെ നോക്കിയതിന് ശേഷം തിരിച്ച് ഞാൻ നമ്മുടെ വീട്ടിലേക്ക് വരികയാണ്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ വാതിക്കയിൽ ട്യൂഷൻ സെൻറ്ററിൻ്റെ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ വീട്ടിലേക്ക് വീണ്ടും വന്ന് കയറി. അപ്പോൾ നമ്മുടെ പണിക്കാർ തകൃതിയായിട്ട് അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഉണ്ടല്ലോ കുറച്ച് വാഴയൊക്കെ പറിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ
പന്തൽ വരാൻ സാധ്യതയുള്ള ഏരിയയിൽ നിന്ന് കുറച്ച് വാഴയൊക്കെ കുലച്ച വാഴയൊക്കെ തന്നെ പറിച്ചൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ 1-2 മാറ്റാണ്ട് നിർത്തിയിരിക്കുകയാണ്. ഇനി പന്തലിടുമ്പോഴത്തേക്ക് അഥവാ ഇങ്ങോട്ടൊക്കെ കയറി വരുവാണെങ്കിൽ അന്നേരം പറിക്കാമെന്ന് വെച്ചു. പിന്നെ ഇതൊക്കെ നോക്കിക്കുക, നമ്മുടെ ഒരു ചെറിയൊരു പേരയുണ്ട്. ആ പേരയിൽ നിറയെ പേരയ്ക്കയുണ്ട്. അങ്ങനെ ഒരുപാട് അങ്ങോട്ട് വലുതാകത്തില്ല കേട്ടോ, ഒരു മീഡിയം ടൈപ്പായിട്ടുള്ള പേരയ്ക്കയാണ്. ഒരുപാട് പേരയ്ക്കയൊക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും പന്തലിടുന്ന അത്രയും ദിവസം അത് നിൽക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ അതിനൊക്കെ ശേഷം എന്താ പിറ്റേ ദിവസത്തെ കാര്യമാണ് കേട്ടോ. അപ്പോൾ ഞാൻ നാത്തൂൻ്റെ വീട്ടിലേക്ക് വരുവാണ്. അപ്പം കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നില്ലേ നാത്തൂൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മ മരിച്ചിരുന്നു എന്നുള്ളത്. അപ്പോൾ അതിന് നാളെ അതിൻ്റെ നമുക്ക് ഇവിടെ 16 ദിവസമൊക്കെ ആകുമ്പോഴത്തേക്ക് ഒരു ചടങ്ങുണ്ട് കേട്ടോ. അപ്പോൾ ആ ചടങ്ങിനോടനുബന്ധിച്ചിട്ട് തലേ ദിവസം ഞാനിവിടെ വന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ അമ്മ, ഇതാണ് കേട്ടോ, മണിയമ്മ എന്നാണ് പേര്. അപ്പോൾ അമ്മയുടെ ഫോട്ടോയാണേ. അപ്പോൾ നമ്മുടെ വീട്ടിൽ കല്യാണം വിളിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടും അതുപോലെ തന്നെ വീട്ടും പറമ്പും ഒക്കെ റെഡിയാക്കിയൊക്കെ ചെയ്യണമുണ്ടല്ലോ, അതുകൊണ്ട് എനിക്ക് എല്ലാ ദിവസമൊന്നും വരാൻ പറ്റത്തില്ലായിരുന്നു. ഇടയ്ക്കൊക്കെ ഉള്ള ദിവസങ്ങളിൽ മാത്രം ഞാൻ വന്നു പോവുക മാത്രമാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മുടെ ഇവിടെ എല്ലാവരും അയൽവക്കക്കാരും എല്ലാവരും കൂടെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനും മോളുമായിട്ടാണ് വന്നത്. അപ്പോൾ മോള് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്ക് നാരങ്ങ വെള്ളം കലക്കുവാണ് എല്ലാവർക്കും കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ ഇവിടുന്ന് കുറേ റിലേറ്റീവ്സും അതുപോലെ തന്നെ അയൽവക്കക്കാരും ഒക്കെ ഉണ്ട്. അപ്പോൾ അതേ ക്യാബേജ് തോരൻ വെക്കാൻ വേണ്ടിയിട്ട് ക്യാബേജും അതുപോലെ തന്നെ നമ്മുടെ ക്യാരറ്റ് പച്ചമുളക് ഒക്കെ കൂടെ അരിഞ്ഞു വെച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ പാവയ്ക്ക വറുത്തരച്ച് വെക്കുന്നുണ്ട്. പാവയ്ക്ക ഉള്ളിയും ഒക്കെ ചെറിയ പീസുകളാക്കി അരിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തരായിട്ട് ഇങ്ങനെ അതൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ എല്ലാവരും കൂടിയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഒരുപാട് അയൽവക്കക്കാരും അതുപോലെ തന്നെ റിലേറ്റീവ്സും ഒക്കെ ഉണ്ട്. അപ്പം അങ്ങനെയൊക്കെ ചെയ്യുന്നു. ഇപ്പോൾ ഇടയ്ക്ക് പ്രകൃതിയൊക്കെ ഇടയ്ക്ക് മഴക്കാറും ചെറിയ മഴയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനവിടെ വാതിക്കയിൽ പന്തലിൽ ഇങ്ങനെ കസേരയൊക്കെ ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്തൊക്കെ ഇടുവാണ്. അപ്പോൾ ഈ സമയത്ത് സാമ്പാറൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. പിന്നെ ക്യാബേജ് തോരനും റെഡി ആയിട്ടുണ്ട്. അച്ചാറൊക്കെ ഇട്ട് വെച്ചിരിക്കുകയാണ്. പിന്നെ പാവയ്ക്ക വാട്ടാനായിട്ട് എണ്ണയിൽ വഴറ്റി വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അമ്മായി ഇതേ പാവയ്ക്കയ്ക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് തേങ്ങക്കൊത്തൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ക്യാബേജ് തോരൻ റെഡി ആയിരിക്കുകയാണ്. പാവയ്ക്ക വേകാനായിട്ട് വെച്ചിരിക്കുന്നു. അപ്പോൾ അതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ പാവയ്ക്കയ്ക്ക് വേണ്ടിയിട്ട് വറുത്തരയ്ക്കാൻ വേണ്ടിയിട്ട് തേങ്ങയൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ജസ്റ്റ് അതിൻ്റെ ചൂടൊക്കെ മാറിക്കഴിഞ്ഞപ്പോഴത്തേക്ക് അത് ഞാൻ മിക്സിയിലൊന്ന് അരച്ചെടുക്കുവാണ് കേട്ടോ. അപ്പോഴും മിക്സിയിൽ 2 പ്രാവശ്യമായിട്ടിട്ട് അരച്ചൊക്കെ എടുത്തു. അപ്പോൾ അങ്ങനെ അരപ്പൊക്കെ റെഡിയാക്കി വെച്ചു. ഇനി വേഗം തന്നെ നമുക്ക് പുളിയൊക്കെ പിഴിഞ്ഞൊഴിച്ച് പാവക്കക്കറിയും കൂടെ റെഡിയാക്കിയാൽ മതിയാകുവേ. അപ്പോൾ അങ്ങനെ അതൊക്കെ അത് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ വീടിൻ്റെ 4 വശത്തും പന്തലുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഒട്ടും തന്നെ വെളിച്ചകത്തോട്ട് നന്നായിട്ട് കിട്ടാത്തത്. അങ്ങനെ അരപ്പൊക്കെ റെഡിയാക്കി എടുത്തു. അപ്പം നല്ല ഫൈനായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒട്ടും വെള്ളം ചേർക്കാണ്ട് അരച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അത് എല്ലാം കൂടെ ദേ ഒരു പാത്രത്തിലേക്കൊന്ന് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ജാറൊക്കെ ഇത്തിരി ചൂടുവെള്ളമൊക്കെ ഒഴിച്ച് കഴുകിയൊക്കെ എടുത്തിട്ട് നമ്മൾ കറിയൊക്കെ കൂട്ടി സൂപ്പറായിട്ട് റെഡിയാക്കി വെച്ചു. അങ്ങനെ ജോലിയെല്ലാം നേരത്തെ കഴിഞ്ഞു കേട്ടോ. അങ്ങനെ പിന്നെ അതേ ഒന്ന് ഹാളിലേക്ക് വന്നേക്കുവാണ് കേട്ടോ. അപ്പോൾ അന്നേരത്തേക്ക് വീട്ടിൽ നിന്ന് ഏട്ടൻ വിളിച്ചു. അപ്പോൾ ഒന്ന് നാത്തൂനും ഒക്കെ അവിടെ നിൽക്കുന്നുണ്ട്. പിന്നെ ചിറ്റയുടെ മോളൊക്കെ ഉണ്ട് ആ സമയത്തെ. സാറേ അങ്ങോട്ട് പോന്നായിരുന്നില്ല, ഇവിടെ മഴയില്ലായിരുന്നു. ആണോ? ഇവിടെ മഴയില്ല. എന്നാ വലയിടത്തും കയറി നിന്നിട്ടുണ്ടാവും. ആണല്ലേ? അമ്മയുടെ അതിനകത്ത് വിളിച്ചിട്ട് കിട്ടണില്ലേ? ഇവിടെ മഴയില്ല ഇപ്പോഴും.
അങ്ങനെ ഫുഡൊക്കെ റെഡി ആയതിനു ശേഷം പിന്നെ എല്ലാവർക്കും ഊണ് കൊടുക്കാനുള്ള സെറ്റപ്പ് നടത്തുവാണ് കേട്ടോ. അപ്പോൾ പിള്ളേരൊക്കെ അങ്ങനെ ഇലയൊക്കെ എടുക്കാനായിട്ടൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ചോറൊക്കെ നമ്മളിങ്ങനെ പകർത്തിയൊക്കെ കൊണ്ടുവന്ന് പെട്ടെന്ന് തന്നെ വിളമ്പാനായിട്ടൊക്കെ തയ്യാറാക്കിയൊക്കെ എടുത്ത് വെച്ചു. ആ സമയത്ത് പിള്ളേർ ഇലയൊക്കെ മുറിച്ചിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കുഞ്ഞുട്ടിയൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. കുഞ്ഞുട്ടി അതുപോലെ തന്നെ നാത്തൂൻ്റെ മോനും ഒക്കെ കൂടെ ഇലയൊക്കെ എടുത്തിട്ടൊക്കെ വന്നു. അപ്പോൾ നമ്മുടെ അമ്മ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളെക്കാൾ മുമ്പ് 2-3 ദിവസം മുമ്പേ അമ്മ ഇങ്ങോട്ട് പോന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും ഊണ് കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനും അമ്മയും കൂടെ അവിടെ ഇരിക്കുവാണ്. പിന്നെ ഊണൊക്കെ കഴിച്ചതിന് ശേഷം ഉണ്ടല്ലോ, ഞാൻ പിന്നെ ഒരു 2 മണിയൊക്കെ ആയ സമയത്ത് വീട്ടിലേക്ക് ജസ്റ്റ് ഒന്ന് പോന്നു. കാരണം വീട്ടിൽ പണിക്കാരൊക്കെ നിൽക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് വീട്ടിലേക്ക് പോന്നിട്ട് പിന്നെ വൈകുന്നേരമാണ് തിരിച്ച് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ അനിയൻ്റെ മോനുമായിട്ട് പോരുവാണ്. വന്നിട്ട് വീട്ടിലെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും സന്ധ്യയായപ്പോഴത്തേക്ക് തിരിച്ച് വീണ്ടും നാത്തൂൻ്റെ വീട്ടിലേക്ക് പോയി കേട്ടോ. അങ്ങനെ പിള്ളേരൊക്കെ കൂടെ അവിടെ ഇരിക്കുവാണ്. അങ്ങനെ പിന്നെ ഊണൊക്കെ കഴിച്ച് പിന്നെ ഒരു 10-10:30 ആയി. അതിന് ശേഷമാണ് നമ്മൾ എല്ലാവരും കൂടെ തിരിച്ച് പോകുന്നത് കേട്ടോ. അനിയന്മാരും അതുപോലെ തന്നെ അനിയത്തി എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാവരും കൂടെ ഊണൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് സമയം കൂടെ അവിടെ ചിലവഴിച്ചു. അതിന് ശേഷം വൈകുന്നേരം അല്ല, രാത്രി ആയപ്പോഴത്തേക്ക് തിരിച്ച് പോരുവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പോരുന്നതിന് തൊട്ട് മുമ്പ് ആയിട്ടുള്ള ഊണൊക്കെ നടക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ ഞങ്ങൾ അതിന് മുമ്പ് ഊണൊക്കെ കഴിച്ചു. അങ്ങനത്തൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. ഓക്കേ.